പ്രൈസ് ദ ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനം 71. ഇന്ന് അതിൻ്റെ പാർട്ട് 3 നമുക്ക് ധ്യാനിക്കാം. നമ്മൾ സങ്കീർത്തനം 71 കൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനം, കുറേ സങ്കീർത്തനത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ്. സങ്കീർത്തനം 31, 22, 35, 38, 40, 26 അങ്ങനെ ഈ സങ്കീർത്തനത്തിൽ 71 24 വാക്യങ്ങളുള്ള അത് നമ്മൾ കുറേ സങ്കീർത്തനത്തിൽ നമുക്ക് അത് കാണാൻ പറ്റും. കാരണം ദാവീദ് ചെറുപ്പം മുതലേ ഒരു ആട്ടിടയനായ തൊട്ട് രാജാവായി ഇനി വാർദ്ധക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദൈവം നടത്തിയ വിധങ്ങളെ എല്ലാം ഓർക്കുമ്പോൾ അതെല്ലാം വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സാം 71. ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ പാർട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് അവിടെ കാണുന്നത് സെക്യൂരിറ്റി ഓഫ് ഗോഡ്സ് പ്രൊട്ടക്ഷൻ. ദൈവത്തിൻ്റെ ഒരു സെക്യൂരിറ്റി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. രണ്ടാമത് കാണുന്നത് ടെസ്റ്റിമണി ഓഫ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ദൈവം എപ്പോഴും വിശ്വസനായ ദൈവമാണ്. ദൈവത്തിൻ്റെ ആ സ്നേഹം, ദൈവത്തിൻ്റെ ആ പ്രസൻസ് എല്ലാ കാലവും എല്ലാ പ്രായത്തിലും നമുക്ക് അനുഭവിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്നെല്ലാം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ സർവശക്തനായ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ആ വലിയ ദൈവം എന്തിനാണ് നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുകയും ഇത്രമാത്രം നമ്മളെ പരിപാലിക്കുകയും ഞാൻ നിന്നോട് കൂടെ എപ്പോഴും ഉണ്ടാവും, ഞാൻ ഒരിക്കലും കൈവിടത്തില്ല എന്നൊരു വാഗ്ദത്തം ഓരോരുത്തർക്ക് എന്തിനാണ് ഈ തരുന്നത്? ദൈവം എന്താ നമുക്ക് കടക്കാരനാണോ? എന്തിനാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്? അതെന്നാലും നമ്മുടെ മനസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഓർത്ത്, ദൈവം നമ്മളെ സ്നേഹിച്ചത് ഓർത്ത് നമ്മൾ ഒത്തിരി നന്ദിയുള്ളവരായി ജീവിക്കും. ഏത് പ്രയാസത്തിൻ്റെ മധ്യേ, ഏത് കൊടുങ്കാറ്റിൻ്റെ മധ്യയും ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മളൊരു നന്മ ചെയ്തിട്ടല്ല, നമ്മുടെ നല്ല പ്രവൃത്തിയും കൊണ്ടല്ല, നമ്മുടെ നീതിയായ പുണ്യപ്രവൃത്തിയും കൊണ്ടല്ല. വചനത്തിൽ പറയുന്നില്ല, യെശയ്യായി പറയുന്നില്ല, അതെല്ലാം ദൈവം മുമ്പാകെ അതൊരു കറ പുരണ്ട വസ്ത്രം പോലെയുള്ളൂ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആ നീതിക്കായി, ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി നമുക്ക് യോഗ്യത കിട്ടി? അതൊന്നുമല്ല. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ റിഡംഷന് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവത്തിൻ്റെ ആ ഏറ്റവും ഓമനപുത്രൻ ഓരോ തുള്ളിയും ചിന്തിയത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ അത് വിശ്വസിച്ചപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം തൻ്റെ ഓമനപുത്രൻ യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മളെയും സ്നേഹിക്കുന്നു. അതാണ് നമുക്ക് തരുന്ന ഒരു ബലം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും റോമർ 8:28 പറയുന്ന പോലെ ദൈവമെല്ലാം സർവവും അത് നന്മയ്ക്കായി കൂട്ടി വ്യാപരിക്കുന്നു. പ്രയാസവും ദുഃഖവും എല്ലാ പ്രായത്തിലുള്ള ക്ഷീണങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒടിയും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതെല്ലാം നമുക്കറിയാം, അതെല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടിയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെയുള്ള ഓരോരുത്തരോടും നമ്മൾ ചോദിക്കുക, നിങ്ങളിവിടെ എങ്ങനെ എത്തി? നിങ്ങൾ എന്തോ പ്രവൃത്തി ചെയ്തിട്ട് എത്തി? എന്നാൽ എല്ലാവർക്കും ഒരേ ഒരു വാക്കുള്ളായിരിക്കും പറയാനായിട്ട്, ഞങ്ങളുടെ പ്രവൃത്തിയല്ല, ഞാൻ യേശു കർത്താവിൻ്റെ രക്തത്തിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ, യേശുവിൻ്റെ പാപം മോചിച്ച് ഞാൻ വിശ്വസിച്ചപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് ആ സ്വർഗത്തിൽ എല്ലാവരുടെയും സാക്ഷി ഒരേ ഒരു സാക്ഷ്യമുള്ളായിരിക്കും. ആ സാക്ഷ്യം യേശുവിനെ കുറിച്ചായിരിക്കും. അന്നേരം നമ്മൾ സ്വർഗത്തിൽ ചെന്ന് ഈ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സാക്ഷ്യം പറയാനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് പാർട്ട് 3 നോക്കാം. അതെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ക്യാരക്ടർ, സ്വഭാവം ഒരിക്കലും മാറിപ്പോത്തില്ല. പക്ഷേ എന്തും കൊണ്ട് നമ്മൾ ഈ പ്രോബ്ലത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നു, എന്ത് പ്രയാസങ്ങൾ, എന്തിനാണ് ഈ സഫറിങ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? കാരണം അത് ഫോളൻ മാൻഡ്, അത് ആദാമ്യ ശരീരം നമ്മൾക്ക് ഉള്ളത് കൊണ്ട് നമ്മുടെ പഴയ മനുഷ്യൻ നമ്മുടെ ജഡത്തിലുണ്ട്. പക്ഷേ ആത്മാവ് നമ്മുടെ പുതുക്കം പ്രാപിച്ചിരിക്കാൻ നമ്മൾ ഓരോ ദിവസവും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മൾ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പറയാം, സങ്കീർത്തനം 118:24 പറയുന്ന പോലെ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നമ്മൾ ഇന്ന് സന്തോഷിക്കുക. നാളത്തെക്കുറിച്ച് നമുക്ക് വേറെ പ്രോബ്ലംസ് വരുമായിരിക്കും. അത് കാരണം ബൈബിൾ പറയുന്നുണ്ട്, ഓരോ ദിവസവും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, വറീസ് ഉണ്ട്. നമ്മൾ വരി ചെയ്യുന്നോട്ട് നമുക്ക് എന്തുവെല്ലാം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പ്രോബ്ലം സോൾവ് ആകുമ്പോൾ നമ്മളെ തന്നെ കുറച്ചുകൂടെ നമ്മൾ പ്രയാസത്തിലേക്ക്, നമ്മളെ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകും. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചിന്തകളെല്ലാം കർത്താവിലേക്ക് നമ്മൾ സമർപ്പിച്ചും കൊണ്ട് നമ്മൾ ഈ വചനം വീണ്ടും ഒന്ന് ധ്യാനിക്കാൻ നമുക്ക് സഹായിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അതിൻ്റെ പാർട്ട് 2 കണ്ടായിരുന്നു. പ്രായം ചെല്ലുമ്പോൾ കുറേ പ്രോബ്ലംസ്, അത് ഇന്നെവിറ്റബിൾ, അത് വന്നേ തീരൂ. അതെന്തൊക്കെ നമ്മൾ കണ്ട് കൺഫ്യൂഷൻ, അല്ലെ ഷെയിം, പിന്നെ നമ്മൾ കണ്ടു ശാരീരിക ക്ഷീണങ്ങൾ, മാനസികമായി ക്ഷീണിച്ചു പോകും. പിന്നെ ഒരു കംപ്ലൈനിങ് നേച്ചർ നമ്മുടെ ഉള്ളിൽ അങ്ങ് വന്നു പോകും. പിന്നെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് അതാണ് കൂടുതലായിട്ട് താല്പര്യമായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഈ പ്രോബ്ലംസ് എല്ലാം നമ്മൾ കണ്ടു. പക്ഷേ ഈ പ്രോബ്ലംസ് ഒക്കെ യാഥാർത്ഥ്യമാണ്. എങ്കിലും അതിനൊക്കെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചെവികൾ, നമ്മൾ പൂർണ്ണ ഹൃദയത്തോട് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക.
നമ്മൾ മറ്റേ കുറേ പ്രോബ്ലംസൂടെ സങ്കീർത്തനം 71 കൂടെ നമുക്ക് ധ്യാനിക്കാം. വേറെ ഒന്ന് കാണിക്കുന്നത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ യൗവന പ്രായത്തിലൊക്കെ നമുക്ക് കുറേ ഹോബീസ് കാണും, നമുക്ക് ഇൻട്രസ്റ്റ് കാണും. പക്ഷെ നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമുക്കതിനൊന്നും ഒരു താല്പര്യം കാണത്തില്ല. പക്ഷേ ആ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്താ, നമ്മൾ പിന്നെയും വീണ്ടും നമ്മൾ വിഷമത്തിലേക്കും ലോൺലിനെസ്സിലേക്കും ഒരു ഡിസപ്പോയിൻമെൻറ്റിലേക്കും ഒക്കെ പോകുന്നുണ്ട്. നമുക്ക് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പം നമുക്ക് ചെയ്യാൻ ചിലപ്പം മനസ്സ് കാണത്തില്ല. അതുകൊണ്ട് എന്തോ പിന്നെ നമ്മൾ സമയം കൊല്ലുവാനായിട്ട് നമ്മൾ അൺനെസറി ഗോസിപ്പ്, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും. പിന്നെ നമ്മുടെ ജഡത്തിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആത്മാവിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവവചനത്തിലുള്ള വാഗ്ദത്തങ്ങൾ അതൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മളെ തന്നെ അങ്ങ് കുറച്ചുകൂടി അങ്ങ് താഴ്മയോട് അങ്ങ് ദുഃഖത്തിലേക്ക് നമ്മൾ ആക്കും. പക്ഷേ അതല്ല ദൈവവചനം പറയുന്നത്. നമ്മൾ ദാവീദിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ദാവീദിൻ്റെ ചെറുപ്പം മുതൽ ദാവീദിന് കിന്നരം വായിക്കുകയും വീണ വായിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും അതൊക്കെ എന്തൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. അത് തന്നെയാണ് സങ്കീർത്തനം 71:22 കാണുന്ന, എൻ്റെ ദൈവമേ ഞാനും വീണ കൊണ്ട് നിന്നെയും നിൻ്റെ വിശ്വസ്തയും സ്തുതിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധായുള്ളവേ ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. അന്നേരം ഈ പ്രായം ചെന്നപ്പോഴും ഈ ദാവീദിൻ്റെ ആ ഇൻട്രസ്റ്റ് മാറിയില്ല. ദാവീദ് ചെറുപ്പം മുതൽ ഒരു ആട്ടിടനായപ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിച്ചു, എങ്ങനെ ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിച്ചു, അതുപോലെ തന്നെയാണ് ദാവീദ് പ്രായം ചെന്നപ്പോഴും ചെയ്ത്. അത് നമുക്ക് വലിയൊരു ലെസൺ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഒരിക്കലും സ്തോത്രം ഒരിക്കലും പ്രായം ചെന്ന് പോകത്തില്ല. ഏത് പ്രായത്തിലും നമുക്ക് പാടാമെന്നും എപ്പോഴും ദൈവത്തെ സ്തുതിക്കാമെന്നും നമുക്കിതിൽ കൂടെ മനസ്സിലാകുന്നു. ഓക്കെ, ഇനി ആറാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലോൺലിനെസ്, ഒറ്റപ്പെടുത്തൽ. അത് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു പ്രോബ്ലം. പ്രായമുള്ളവർക്ക് ഒറ്റപ്പെടൽ അതൊരു ക്യാൻസർ പോലെ തന്നെ ഓരോ ദിവസവും നമ്മളെ തിന്ന് നമ്മളെ ഇല്ലാതെയാക്കുന്നു. ഞാൻ ഒത്തിരി പേര് പ്രായമുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളോട് തന്നെ സംസാരിക്കും, ആരുടെയും ഫോൺ വരുമോ എന്ന് ഞങ്ങൾ നോക്കി നിൽക്കുന്നു, ആരെങ്കിലും ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ നോക്കി നിൽക്കുന്നു. അതൊക്കെ ശരിയാണ്. നമ്മളൊരു സോഷ്യൽ ഹ്യൂമൻ ബീങ് ആവുമ്പോൾ നമ്മളൊരു സോഷ്യൽ ആനിമൽ എന്നല്ലോ നമ്മളെ പറയുന്നത്. മനുഷ്യർക്കും മൃഗങ്ങൾക്കുള്ള വ്യത്യാസം അത് മാത്രമാണല്ലോ. പക്ഷേ നമ്മൾ നോക്കി നിന്നാൽ ഈ തിരക്കേറിയ ജീവിതത്തിൽ ആർക്കും സമയമില്ലായിരിക്കും. നമ്മുടെ മക്കളൊക്കെ നമുക്കറിയാം എന്തുമാത്രം തിരക്കേറിയ സമയങ്ങളാണ്. മക്കളെ വളർത്തി അവരുടെ ജോലിയും ആ കാര്യത്തിൽ അവർക്കൊക്കെ ചിലപ്പോൾ സമയം കിട്ടിയില്ലെന്നിരിക്കും. അവരൊന്നും നമ്മളെ ഓർക്കത്തില്ലെന്നല്ല, അവരൊക്കെ ഓർക്കും, പക്ഷേ അവർക്ക് സമയം കിട്ടുന്നില്ലായിരിക്കും. എന്നാലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തക്ക ഒരു തുണ അല്ലെങ്കിൽ തക്ക ഒരു സഖിയെ നമുക്ക് കിട്ടണമെങ്കിൽ, ഒരു കമ്പാനിയനെ കിട്ടണമെങ്കിൽ നമുക്ക് യേശു മാത്രമുള്ളൂ. എപ്പോഴും റെഡിയായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇമ്മാനുവൽ. ഏദൻ തോട്ടത്തിൽ ദൈവം ഇറങ്ങി വന്ന് ആദമിൻ്റെയും ഹവ്വയുടെയും കൂടെ നടക്കാൻ ഇഷ്ടപ്പെട്ട പോലെ തന്നെ ആ സ്വർഗത്തിൽ അതേ യേശു, അതേ ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് ഇമ്മാനുവൽ. യേശുക്രിസ്തു ഉണ്ടായപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു പേരിട്ട് ഇമ്മാനുവൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവം എപ്പോഴും നമ്മളെ സ്നേഹിപ്പാനും നമ്മുടെ കൂടെ ഫെലോഷിപ്പ് ചെയ്യാനും എപ്പോഴും റെഡിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്തിനും മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ആ കർത്താവിൻ്റെ കൂടെ കുറേ സമയം ചിലവഴിക്കുക. എല്ലാവരും പറയാം, എങ്ങനെ എപ്പോഴും 24 hours പ്രാർത്ഥിച്ചുകൊണ്ടും വചനം വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അത് പറ്റും. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അനുഭവിക്കുമ്പോഴാണ്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മൾ മുട്ടുമിന്മേൽ നിന്ന് 24 hours പ്രാർത്ഥിക്കുമല്ല. നമ്മൾ ഏത് പണി ചെയ്താലും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആഴമായിട്ട് നമുക്കിതങ്ങ് പറ്റിച്ചു വെക്കാം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എപ്പോഴും കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അതാണ് മത്തായി 11:28 പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെല്ലാവരുമേ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് നമുക്ക് ആശ്വാസം. നമ്മൾ മറ്റുള്ളവരോട് എന്തിനാണ് സംസാരിക്കുന്ന ഒരു ആശ്വാസവാക്ക് കേൾക്കാനായിട്ട് അത് കർത്താവ് തരുമെന്ന് കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 7ാമത്തെ പോയിന്റ് നോക്കുന്നത് ലിവിങ് വിത്ത് ദ പാസ്റ്റ് മെമ്മറീസ്. ഈ വാർദ്ധക്യം ചെല്ലുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഞങ്ങൾ കഴിഞ്ഞ കാലം ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അതിൽ മെമ്മറീസ് ഒത്തിരി നല്ലതാണ്, പഴയ മെമ്മറീസ് നല്ലതാണ്, നമ്മൾ പറയണം, സംസാരിക്കണം. പക്ഷേ അതിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ വളരെ അങ്ങ് തളർത്തു. കാരണം പഴയ മെമ്മറീസിൽ നമുക്ക് ആരോഗ്യമുണ്ടായിരുന്നു, നമുക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, നമുക്ക് ഒന്നിനൊരു കുറവില്ലായിരുന്നു.
നമ്മൾ നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ മിടുക്കിലും ബലത്തിലും നമ്മൾ അഹങ്കരിച്ച സമയങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ദുഃഖിക്കത്തേ ഉള്ളൂ. നമുക്കൊരിക്കലും അത് ആശ്വാസം തരത്തില്ല. കാരണം അത് നമുക്ക് എന്തോ തരുന്നു, നമുക്ക് കുറേ കൂടെ സങ്കടം, നമുക്ക് ഒരു കുറ്റബോധം തരും, നമുക്ക് അങ്ങ് ഉള്ളിൽ അങ്ങ് ദേഷ്യം വരും. ഞങ്ങൾ അന്ന് ചെയ്തു, പക്ഷേ ഇന്ന് എന്താ ചെയ്യാൻ പറ്റാത്തത്? അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ ശരീരം പ്രായം ചെല്ലുമ്പോൾ ക്ഷീണ അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ അവിടെയും നമ്മുടെ ആത്മാവ് ബലം പ്രാപിച്ച് ഓരോ ദിവസം ആത്മാവ് ബലം പ്രാപിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും തളർന്നു പോകാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കരുത്. കാരണം ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഴയ കാലം എന്ന് പറഞ്ഞാൽ, പക്ഷേ പഴയ കാലത്തിൽ നമ്മൾ അന്നേരം സന്തോഷിച്ചില്ല. അന്നേരം നമുക്ക് ഭയങ്കര വറീസും നമുക്ക് അന്നേരം കുറ്റബോധവും, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് സന്തോഷിക്കാൻ പറ്റാതെ നമ്മൾ ആ സമയം ആനന്ദിച്ചില്ല. ഇപ്പോൾ വാർദ്ധക്യത്തിൽ നമ്മൾ ആനന്ദിക്കുന്നില്ല. പക്ഷെ ഓരോ സമയത്തും നമുക്ക് നമ്മുടെയായിട്ടുള്ള കംപ്ലയിൻറ്റും നമ്മുടെയായിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം ഫേസ് ഓഫ് ലൈഫിൽ ഉള്ള ഒരു അവസ്ഥയാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് മത്തായി 6:24 പറയുന്നത്, നാളത്തെക്കുറിച്ച് വിചാരപ്പെടരുത്, ഓരോ ദിവസവും അതിൻ്റെതായിട്ടുള്ള ഭാരങ്ങളുണ്ട്. പക്ഷേ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടെ ഞാൻ സകലവും തരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്കൊന്നുകൂടും വരാം. അതായത് നമ്മൾ ഈ കാര്യത്തിലൊക്കെ നമുക്ക് കണ്ടതെന്തോ, ദാവീദിൻ്റെ പാസ്റ്റ് മെമ്മറീസ്. ദാവീദിനും ഉണ്ടായിരുന്നു കുറേ മെമ്മറീസ് കാണും. ദാവീദിനുള്ള പോലെ മെമ്മറീസ് ആർക്കും ഇല്ല. പക്ഷേ ദാവീദ് എന്തോ ചെയ്തു, അതൊക്കെ ഒന്നിച്ച് കൂട്ടി വെച്ച് തൻ്റെ അടുത്ത തലമുറയോട് പറയാമെന്ന് ദാവീദ് അവിടെ പറയുന്നുണ്ട്. 18 പറയുന്നുണ്ട്, ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവർത്തികളെയും അറിയിക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. നമുക്കും അത് ചെയ്യാമല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ മെമ്മറീസ് എല്ലാം നമ്മൾ കൂട്ടി വെച്ചേച്ച് നമ്മൾ പ്രായമാകുമ്പോൾ ഇതെല്ലാം നമ്മുടെ തലമുറയോട് പറയാം. അതാണ് ദൈവം നമ്മളെയും കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സങ്കീർത്തനം 70 കൂടെ പഠിച്ച കാര്യങ്ങൾ, ഓൾഡ് ഏജ് പ്രോബ്ലംസ് അത് എവിഡൻറ്റ്, ഇന്നെവിറ്റേബിൾ. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്. നരയോളം ഐസയ 46:4 നിങ്ങളുടെ വാർദ്ധക്യത്തോളം വരെ ഞാൻ നിങ്ങളെ താങ്ങാം, നിങ്ങളെ കാത്തുകൊള്ളാമെന്ന് പറഞ്ഞ കർത്താവ് ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ജീവൻ സംസാരിക്കാം. വി ഷുഡ് സ്പീക്ക് ലൈഫ്, നോട്ട് ഡെത്ത്. കാരണം ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം നമ്മുടെ നാവിന്മേലാണ്. നമ്മുടെ നാവിനെ എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കൂടെ ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. നമ്മുടെ ഈ ക്ഷയിച്ചു പോകുന്ന ഈ ശരീരത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് പറയാം. നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ അധികം പറയാതെ ദൈവത്തിൻ്റെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ വിശ്വാസം, നമ്മളെ ദൈവത്തിൻ്റെ കൃപ ആഴമായിട്ട്, അതിൻ്റെ റൂട്ട് അങ്ങ് ആഴമായിട്ടൊന്ന് എത്തുവാനായിട്ട് വചനം ദൈവം എപ്പോഴും നമ്മൾ വായിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാരണം നമ്മളെപ്പോഴും വചനം വായിക്കുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. നമ്മുടെ മൈൻഡ് സെറ്റ് മാറും, നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറും. നമുക്ക് മനസ്സിലാവും നമ്മുടെ ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മുടെ പ്രോബ്ലംസിനേക്കാളും വലിയവനാണ്, നമ്മുടെ ക്ഷീണത്തെക്കാളും സ്ട്രോങ്ങറാണ്. നമുക്കുള്ള ആ ഒരു അറിവ് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, അത് നമ്മുടെ ആത്മാവിൽ നമുക്കത് മനസ്സിലാവുമ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമാക്കി തീർക്കുക. ആ സമയം നമുക്ക് പ്രായമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. കിട്ടുന്ന സമയങ്ങളൊക്കെ അവരോട് കൂടെ സംസാരിക്കാനും അവരെ സഹായിക്കാനും അവരെ വചനത്താൽ ശക്തീകരിക്കാനും ദൈവം നമ്മൾ ഓരോരുത്തരെ ഒരുക്കുമാറാകട്ടെ. യൗവനക്കാർക്ക് വേണ്ടി ഉള്ളൊരു കോഷൻ പിന്നെയും ഉണ്ട്. അത് എക്ലീസിയാസ്റ്റ് സഭാ പ്രസംഗി 12:1 പറയുന്ന പോലെ, ഡോണ്ട് ലെറ്റ് ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് യുവർ യൂത്ത് കോസ് യു ടു ഫോർഗെറ്റ് യുവർ ക്രിയേറ്റർ. ഈ സമയമാണ് നിങ്ങൾ കൂടുതലായിട്ട് കർത്താവിനോട് പറ്റിച്ചേരേണ്ടത്. കാരണം വാർദ്ധക്യം പെട്ടെന്ന് വരും. അന്നേരം നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സൈറ്റ്മെൻറ്റ്, യൂത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാം മാറിപ്പോൾ കർത്താവ് മാത്രം തുണയുള്ളതെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതുകൊണ്ട് ഇപ്പോഴേ നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുക. ദൈവത്തിന് ഓരോരുത്തരെയും കൊണ്ട് ഒരു പർപ്പസ് ഉണ്ട്. എന്തുവാണ് പർപ്പസ്? ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ച് നമ്മൾ പറയുവാൻ, ദൈവം നമുക്ക് ദാനമായി തന്ന ആ പുത്രനെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ഏത് ഏജ് ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് കർത്താവിനോട് പറ്റിച്ചേരാൻ, കർത്താവിൻ്റെ ആ കൃപയിലിരിപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിച്ച പോലെ മോശയെക്കുറിച്ച് പറയാം. മോശ 80 വയസ്സായിട്ടും ആ സമയത്താണ് ദൈവം മോശയ്ക്കൊരു പർപ്പസ്, ഈജിപ്തിൽ നിന്ന് ആളുകളെ, ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ പറഞ്ഞത്. കാലേബ് പറയാം 80 വയസ്സായിട്ടും നല്ല ഹെൽത്ത്. കാരണം കാലേബ് ദൈവത്തിൻ്റെ പ്രോമിസസിൽ ആശ്രയിച്ചു. അബ്രഹാം 75 വയസ്സായിട്ടും അബ്രഹാം ക്ഷീണിച്ചു പോയില്ല. അബ്രഹാം അങ്ങനെ ഓരോരുത്തരുടെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ വ്യർത്ഥമായിട്ടാണ് നമ്മൾ വറി ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നും നമുക്ക് നേടാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവകൃപയിൽ ആശ്രയിക്കുക. ഏത് യുഗത്തിലും ഏത് പ്രായത്തിലും കർത്താവ് മാത്രം മതി. കർത്താവ് ഒരിക്കലും മാറിപ്പോകുന്ന ദൈവമല്ല. വാർദ്ധക്യത്തിൽ കർത്താവ് നമ്മളെ പറ്റിച്ചേർക്കും. ഏതവസ്ഥയിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. വചനത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്യം പ്രാർത്ഥിക്കാം.
കർത്താവെ, ഈ ഓൾഡ് ഏജ് പ്രോബ്ലമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ ഓൾഡ് ഏജ് പ്രോബ്ലം അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, അത് എല്ലാവരുടെയും ജീവിതത്തിൽ വരും ഞങ്ങൾ അറിയുന്നു. പക്ഷേ ഞങ്ങളൊന്ന് മാത്രം വിശ്വസിക്കുന്നു, നീ ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും, നീ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നു, ഞങ്ങളുടെ ആകെപ്പാടുള്ള ആശ്രയം, ഞങ്ങളുടെ റെഫ്യൂജ് അങ്ങ് മാത്രമാണല്ലോ കർത്താവെ. ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചും കൊണ്ട് നീതിയോട് ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതം കർത്താവിന് ഒരു ക്രൗൺ ഓഫ് ഗ്ലോറി ആയിട്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. കുറവുകളൊക്കെ ക്ഷമിക്കണമേ കർത്താവ്. വിശ്വാസത്തിൽ ജീവിപ്പാൻ തക്കണം ഞങ്ങളുടെ ഈ വാർദ്ധക്യകാലം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിലായിത്തീരാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു ഹെറിറ്റേജായിട്ട് ഞങ്ങൾക്ക് ലീവ് ചെയ്യാൻ തക്കണം കർത്താവ് സഹായിക്കുമാറാകട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് മാത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് ഓൾ.